ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ്. വളരെ കുറച്ച് ചേരുവകൾ മതി നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ കാരമൽ പുഡിങ്ങാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. കാരമൽ പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ പാലും ഉപയോഗിച്ചിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പുഡിങ്. അതുപോലെ തന്നെ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ആയിട്ട് വരണം. അതുവരേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരേക്കും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു ട്രേയിലേക്ക്, നമുക്ക് പുഡിങ് തയ്യാറാക്കുന്ന ട്രേയിലേക്കാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു 500 മില്ലി പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു 150-200 മില്ലി പാല് വേണം നമുക്ക് എടുത്തിട്ട് അതിലേക്ക് കസ്റ്റാർഡിൻ്റെ പൗഡർ ഒന്ന് ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ 200 ml പാലിൽ നന്നാക്കി ഒന്ന് കലക്കി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 300 ml പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്രത്തോളം പുഡിങ് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് പാലും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും ഒക്കെ അതിൻ്റെയൊക്കെ അളവ് അതുപോലെ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് കേട്ടോ ഈ കസ്റ്റാർഡിൻ്റെ പുഡിങ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കത് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് ഇവിടെ ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. കൂടാതെ തന്നെ നമ്മളിത് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരുന്നല്ലോ. അപ്പം നമ്മൾ കാരമലൈസ് ചെയ്യാൻ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി പാലിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതവിടെ ആദ്യം തന്നെ 200 ml പാലിലേക്ക് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുള്ളത്. ഈ കലക്കിയെടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് ഈ തിളപ്പിച്ചെടുത്ത പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കട്ട പിടിക്കും. നേരിട്ടിട്ട് ചൂടുള്ള പാലിലേക്ക് ഒരിക്കലും കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കരുത്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീയൊക്കെ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇത് കുറുക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ പുഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചും ഇതുപോലെ കസ്റ്റാർഡ് പൗഡറിൻ്റെ പുഡിംഗ് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയാകണ്ട, ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സൊക്കെ നന്നായിട്ട് ഞാൻ ഈ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. 5-6 മണിക്കൂറോ ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം വെച്ച് കൊടുക്കേണ്ടതാണ്, നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കസ്റ്റാർഡൊക്കെ പുഡിങ്ങൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പുഡിംഗ് ട്രേയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതുമാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. വെറും 2-3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഇത് വളരെയധികം സോഫ്റ്റാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ പുഡിങ് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇപ്പം നമ്മുടെ പുഡിങ് ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്